ഹേ ഗായ്സ്, AR ശിവത്തിൻ്റെ പുതിയൊരുവിടേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്തെങ്കിലും പുതിയൊരുവിടായിട്ടാണ് നമ്മൾ ആലുവയിൽ പോണേണ്. അപ്പം മെട്രോയിൽ കൂടെയാണ് പോണത്. അപ്പോൾ ദേ അമ്മയുണ്ട്, ലച്ചുണ്ട്, പിന്നെ അച്ഛൻ ദേ അറ്റത്താണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ടേക്കാണ്. അപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ട്രെയിൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കയറിയിട്ട് കാണാം. ഇത് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉണ്ട്. അച്ഛനും ലച്ച അപ്പുറത്തെ സീറ്റിലാണ്. പിന്നെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നതാണ്. ഇന്ന് കുറേ ദൂരമുണ്ട് ആലുവയിലേക്ക് പോകാൻ. പിന്നെ ദേ പുറത്തത്തെ കാഴ്ച കാണാൻ. അപ്പോൾ അങ്ങനെ ആലുവ എത്തിയിട്ടുണ്ട്. അങ്ങനെ തൊട്ടപ്പുറത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട്. നല്ല നല്ല വലിയ വീടുകളാണ്. പിന്നെ ആ ഫ്ലാറ്റ് കഴിഞ്ഞാലാണ് സ്റ്റേഷൻ, ആലുവ സ്റ്റേഷൻ. അപ്പം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ എണീറ്റ് അപ്പം നമുക്കിനി ഇറങ്ങിയിട്ട് കാണാം. ഇത് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം താഴത്തേക്ക് പോകണമാണ്. ഇവിടെ കുറേ തിരക്കുണ്ട്. ആ ട്രെയിനിലുള്ള എല്ലാ ആൾക്കാരും ആലുവയിൽ ഇറങ്ങിയേക്കണം. അപ്പം നമുക്ക് താഴത്തേക്ക് പോവാം. ഞാനും അമ്മയും കൂടെ കിടക്കുന്നുണ്ട്. അച്ഛനും ലച്ചും കൂടെ ഫ്രണ്ടിൽ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. ദേ എന്നിട്ട് ഞങ്ങൾ തിരിയാറായി. ഇപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ പുറത്ത്. ഞങ്ങളിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് മെട്രോയിൽ തന്നെ വന്നത്. ബസ്സിലാണെങ്കിൽ ഇങ്ങനെ മഴയുണ്ട് പുറത്ത്, പിന്നെ തിരക്കുമായിരിക്കും, ബ്ലോക്കും ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ മെട്രോയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് അങ്ങനെ എത്തിക്കഴിഞ്ഞ് തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ, പോലീസുകാർ കുറേ ഉണ്ട്. അങ്ങനെ ആലുവ എത്തി. ഇതാണ് ഞങ്ങൾ ഇറങ്ങിയ സ്ഥലം. ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനാണ്. അച്ഛനും ലച്ചും കൂടെ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ട് പിന്നെ അപ്പുറത്ത് ക്രോസൊക്കെ കടന്ന് ഞങ്ങളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറേ ദൂരമുണ്ട് പോവാൻ. കുറേന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ആട്ടോ ദിലീപിൻ്റെ വീട്. ഞങ്ങൾ എന്നിട്ട് പാലം കയറി. ഇവിടെയൊക്കെ വെള്ളമാണ് നല്ല. അവിടെ കുറേ ആൾക്കാരുണ്ട് അമ്പലത്തിന് മുമ്പിൽ. ഈ അമ്പലം മുങ്ങിയതാട്ടോ. പിന്നെ